ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഒരാൾ മരിക്കുന്നതിന് തൊട്ടു മുമ്പ് അയാൾ എന്താണ് കാണുന്നത്? മരണം അയാളിലേക്ക് എത്തുന്നതിന് ഏതാനും നിമിഷങ്ങൾ തൊട്ടു മുമ്പ് മനുഷ്യരെല്ലാവരും തന്നെ ചില കാര്യങ്ങൾ അനുഭവിക്കും. അതെന്താണെന്നറിയാവോ? മരിക്കുന്നതിന് തൊട്ടു മുമ്പ് മനുഷ്യർ എന്താണ് കാണുന്നത് എന്ന് ഡോക്ടർമാരും അതുപോലെ തന്നെ മരണത്തിൽ അകപ്പെട്ടു പോയ ആളുകളും പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, അവർ മരിക്കുന്നതിന് തൊട്ടു മുമ്പ് അവർ തന്നെ വെളിപ്പെടുത്തിയിരിക്കുന്ന ചില രഹസ്യങ്ങളുണ്ട്. ആ രഹസ്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുചേരാനാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ എൻ്റെ പേര് സാം. അപ്പോൾ നമുക്ക് സബ്ജക്റ്റിലേക്ക് പോകാം. മരിക്കുന്നതിന് ഏതാനും നിമിഷങ്ങൾ മുമ്പ് പലരും ഒരേപോലെയുള്ള ചില കാര്യങ്ങളാണ് പറഞ്ഞിട്ടുണ്ടാവുക. അതിൽ പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചിലർ മരിച്ചുപോയ ബന്ധുക്കളെ കണ്ടിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ചില ആളുകൾ പറയുന്നത്, ഒരു തിളങ്ങുന്ന ഒരു വസ്തു അത് തൻ്റെ മുന്നിൽ വന്ന് നിൽക്കുന്ന ഒരു പ്രകാശം പോലെ, ഒരു നമ്മൾ കണ്ണടച്ച് നിൽക്കുമ്പോൾ നമ്മുടെ ഈ ഭാഗത്തായിട്ട് ഒരു തീനാളം പോലെ, നമ്മളത് ചിലരൊക്കെ നമ്മുടെ ആത്മാവ് എന്നൊക്കെ പറയും, ഒരു കേന്ദ്ര ബിന്ദു എന്നൊക്കെ പറയുന്നത് പോലെ, ചില ആത്മാവ് എന്നൊക്കെ പറയും. ആ ഒരു സംഭവം പോലെ, ആ ഒരു സംഭവം അവരുടെ മുന്നിൽ നിൽക്കുന്നതായിട്ട് തോന്നുന്നു എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെയാണ് ചിലർ പറയുന്നത്, മരിച്ചുപോയ പലരെയും കാണുന്നുവെന്ന്. നമ്മളെ മുമ്പ് മരിച്ചുപോയ നമ്മുടെ കാരണവന്മാരാണോ അതോ നമ്മളായിട്ട് ഏറ്റവും പ്രിയപ്പെട്ടവരായ നമ്മുടെ മാതാപിതാക്കളോ ഇല്ലെങ്കിൽ അവരുടെ മാതാപിതാക്കളോ, ഇല്ലെങ്കിൽ അതുപോലെ തന്നെ നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളോ, ഇല്ലെങ്കിൽ നമ്മൾ പ്രണയിച്ചിരുന്ന ആളുകളോ, അങ്ങനെയുള്ള ആളുകൾ ആരെങ്കിലും നമ്മളെ ആ സമയത്ത് വന്ന് വിളിക്കുന്നതായിട്ട് തോന്നും എന്നൊക്കെ കേട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ ഒരു കഥ നിങ്ങളാരെങ്കിലും പറഞ്ഞ് കേട്ടിട്ടുണ്ടോ? ശരിക്കും ഇങ്ങനെയൊരു സംഭവം നടന്നിട്ടുണ്ട്. ഇത് വർഷങ്ങൾക്ക് മുമ്പാട്ടോ. ഇത് ശരിക്കും വേറൊരാളുടെ അനുഭവമല്ല, എൻ്റെ വീട്ടിലെ എൻ്റെ കാർന്നോന്മാരുടെ അനുഭവം എന്ന് വേണം പറയാൻ. എൻ്റെ അച്ഛൻ പറഞ്ഞിട്ട് കേട്ടിട്ടുള്ള കഥയാണ്. എൻ്റെ അച്ഛൻ്റെ അച്ഛനെ ഞാൻ കണ്ടിട്ടില്ല, ഞാനൊക്കെ ജനിക്കുന്നതിന് മുമ്പേ മരിച്ചുപോയി. അപ്പോൾ ഈ അച്ഛൻ്റെ അച്ഛൻ മരിക്കുന്ന ആ ഒരു സമയത്ത് അച്ഛൻ ഭയങ്കര കോൺഷ്യസ് ആയിരുന്നു എന്നാണ് പറഞ്ഞത്. മരണം എത്തുന്നു എന്ന് അച്ഛൻ തീർച്ചയായിട്ടും ഉറപ്പായിട്ട് അവിടെ അച്ഛനെയൊക്കെ വിളിച്ചിരുത്തിയിട്ട് അടുത്തിരുത്തിയിട്ട് പറയുന്നത്, ഞാനിപ്പം മരിക്കാനായിട്ട് പോവുകയാണ്, ഞാനൊരു മരിക്കുന്ന സമയം ഏകദേശം ഈ ഒരു സമയത്തിനുള്ളിൽ ഞാൻ മരിക്കും എന്നുകൂടി ആൾ പറഞ്ഞിരുന്നു. ആ മരിക്കുന്ന സമയമായി കഴിഞ്ഞപ്പോൾ പറയുന്നുണ്ട്, ദേ അവൻ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ ഒരു കൂട്ടുകാരനുണ്ട്. ആ കൂട്ടുകാരൻ്റെ അവിടെ വന്നപ്പോണ്ട് ദേ അവൻ ആ വാതിക്ക് നിൽക്കുന്നതാണ്, എന്നെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്, വാടാ എന്നും പറഞ്ഞുകൊണ്ട് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ആർക്കും അവനെ കാണാനായിട്ട് കഴിയില്ല, എനിക്ക് മാത്രമേ അവനെ കാണാനായിട്ട് കഴിയുള്ളൂ, ഞാൻ ഇപ്പോൾ തന്നെ അവൻ്റെ അരികിലേക്ക് പോവുക തന്നെ ചെയ്യും എന്ന് പറയുകയും, അച്ഛൻ പറഞ്ഞിരുന്ന ആ ഒരു കറക്റ്റ് സമയത്ത് തന്നെ ആൾ മരിക്കുകയും ചെയ്തു എന്നുള്ളതാണ് പറഞ്ഞത്. അതവിടെ നിന്ന് എല്ലാവരും കേൾക്കുകയും എല്ലാവർക്കും അതൊരു ഒരു വലിയ അതിശയമായി തോന്നുകയും ചെയ്തു എന്ന് പറഞ്ഞു. അതുപോലെ തന്നെയാണ് എൻ്റെ കുറച്ച് ഡോക്ടേഴ്സായ കൂട്ടുകാരും ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ അവരൊക്കെ പറയുണ്ടായി, ഈ ഒരു സബ്ജക്റ്റിനെ പറ്റി ഞങ്ങൾ സംസാരിച്ച് കഴിഞ്ഞപ്പം, ഈ മരിക്കുന്നതിന് തൊട്ടു മുമ്പ് രോഗികളായിട്ടുള്ള പലരും പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ബന്ധുക്കാരതേ അവിടെ മരിച്ചുപോയി, എൻ്റെ അച്ഛൻ്റെ അവിടെ നിൽപ്പുണ്ട്, ഇല്ലെങ്കിൽ എൻ്റെ അമ്മ അവിടെ നിൽപ്പുണ്ട്, എന്നെ വിളിക്കുന്നുണ്ട്, ഞാൻ എൻ്റെ അമ്മയുടെ അടുത്തേക്ക് പോവുകയാണ്, ഞാൻ എൻ്റെ അച്ഛൻ്റെ അടുത്തേക്ക് പോവുകയാണ്. അത് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു പോകുന്ന ഒരു നിമിഷത്തെപ്പറ്റി അവർ തീർച്ചയായിട്ടും ആ ഒരു മരണം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ താൻ മരണത്തിലേക്ക് തന്നെയാണ് പോകുന്നതെന്ന്. ആ സമയം അവർക്ക് ആർക്കും ഭയമില്ലാതെ തന്നെ അവർ മരണത്തെ സ്വീകരിക്കുക തന്നെ ചെയ്യുകയാണ്. മരണം തൊട്ടടുത്തെത്തുമ്പോൾ അവർക്കാരും മരണത്തോടൊരു ഭയമില്ല, മരണത്തെ അവർ സ്വീകരിക്കുക തന്നെ ചെയ്യുകയാണ്. ആ മരണത്തെ സ്വീകരിക്കുമ്പോൾ ആ മരണത്തിന് തൊട്ട് മുമ്പ് അവരെ കൊണ്ടുപോകാനായിട്ട് ഒരാൾ വന്നു എന്ന് തന്നെയാണ് പറയുന്നത്. ദേ അവൻ വന്നു, അവനെ കൂട്ടിക്കൊണ്ട് പോകാനായിട്ടാണ് വന്നിരിക്കുന്നത് എന്നുള്ളൊരു കാര്യങ്ങളെപ്പറ്റി തന്നെ. അങ്ങനെ ഒരു കാര്യവുമായിട്ട് പലരും പറഞ്ഞതായിട്ട് തന്നെയാണ് എൻ്റെ ഒരു ഫ്രണ്ടായിട്ടുള്ള ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. ആൾ പലപ്പോഴും മരണം തൻ്റെ കൺമുമ്പിൽ തന്നെ ഒത്തിരി പ്രാവശ്യം കണ്ടിട്ടുണ്ട്. ആ ഒരു അനുഭവത്തിൽ തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആളും ഇതിലൊന്നും വിശ്വസിക്കുന്നില്ല. സയൻറ്റിഫിക് പരമായിട്ട് പറഞ്ഞ ആൾ എന്നോട് പറഞ്ഞത്, ഓക്സിജൻ്റെ കുറവ് മനുഷ്യൻ്റെ തലച്ചോറിൽ ഉണ്ടാകുമ്പോൾ മനുഷ്യന് പല ഹാലൂസിനേഷനുകളും തോന്നും. അങ്ങനെ തോന്നുന്ന ഹാലൂസിനേഷനുകളാണ് ഇങ്ങനെയുള്ള ആത്മാവും ഇങ്ങനെയുള്ള വ്യക്തികളെയൊക്കെ തോന്നിക്കുന്നത്. മരണം സംഭവിക്കുന്നതിന് തൊട്ട് മുമ്പ് മനുഷ്യ ശരീരത്തിൽ നിന്ന് ഓക്സിജൻ്റെ അളവ് ഒത്തിരിയേറെ കുറയുകയും അതുവഴി മരണത്തിലേക്കും നീങ്ങുകയും ചെയ്യും എന്നുള്ളതാണ് പറയുന്നത്.
അങ്ങനെ നീങ്ങുന്ന ഒരു സാഹചര്യത്തിലാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളും മറ്റുമെല്ലാം അവരുടെ കൺമുമ്പിലേക്ക് തെളിഞ്ഞു വരുന്നതും എന്നുകൂടിയാണ് പറയുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തെളിഞ്ഞു വരുന്ന ആ ഒരു നിമിഷത്തിൽ അവരെല്ലാവരും തന്നെ കോമൺ ആയിട്ട് കാണുന്ന ഒരു കാര്യമാണ് മരിച്ചുപോയ ആളുകളോ ഇല്ലെങ്കിൽ മരിക്കുന്നതിന് തൊട്ട് മുമ്പ് എന്തെങ്കിലും വെളിച്ചമോ ഇല്ലെങ്കിൽ ഒരു ഗുഹയിൽ കൂടി ഒരു യാത്ര തുടരുന്നതായിട്ട്, ഒരു ഇരുണ്ട ഗുഹയിൽ കൂടി യാത്ര ഇങ്ങനെ ചെയ്തു പോകുന്നതായിട്ടോ അങ്ങനെയുള്ള പല കാര്യങ്ങൾ കാണുന്നതായിട്ട് ഇവരെല്ലാവരും തന്നെ പറയുന്നുണ്ട്. ശരിക്കും ഇങ്ങനെയൊരു സത്യം നടക്കുന്നത് നമ്മൾ പലർക്കും ഭയങ്കരമായൊരു അതിശയകരമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അപ്പോൾ നിങ്ങളും ശരിക്കും ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ ഇങ്ങനെയൊരു സംഭവം ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളെപ്പറ്റി? അങ്ങനെ നിങ്ങളുടെ അനുഭവത്തിൽ ആർക്കെങ്കിലും ഇങ്ങനെയൊരു കാര്യം സംഭവിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ നിങ്ങൾ ഉറപ്പായിട്ടും തന്നെ രേഖപ്പെടുത്തുക തന്നെ വേണം. അപ്പോൾ ഇങ്ങനെയൊരു സംഭവം ശാസ്ത്രലോകത്ത് പറയുന്നത് ഓക്സിജൻ്റെ ഒരു പ്രശ്നം കൊണ്ടും മരണത്തിന് തൊട്ട് മുമ്പുണ്ടാകുന്ന ഓക്സിജൻ്റെ കുറവ് കൊണ്ടുമാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നാണ്. എന്നാൽ അറിയപ്പെടാത്തതും ശാസ്ത്രീയമായിട്ട് തെളിയിക്കപ്പെടാത്തതുമായ പല നിഗൂഢതകളും ഇപ്പോഴും നമ്മുടെ ലോകത്തുണ്ട്. ആത്മാവ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട് എന്ന് തന്നെയാണ് ആയുർവേദത്തിൽ പറയുന്നത് എന്നുണ്ടെങ്കിൽ അലോപ്പതിയിൽ പറയുന്നത് ആത്മാവ് എന്ന് പറയുന്ന ഒരു ശക്തി ഇല്ല എന്ന്. എന്നാലും അതിൽ അലോപ്പതി ഡോക്ടർമാർ തന്നെ പറയും മിറാക്കിൾ എന്ന്, ഇനി ബാക്കി ദൈവത്തിൻ്റെ കൈകളിൽ എന്ന് പറഞ്ഞാൽ അവരും പറയാതെ തന്നെ പറയുന്നുണ്ട് ആത്മാവ് എന്ന് പറയുന്നൊരു ഘടകമുണ്ട് എന്നും അവിടെ ദൈവമുണ്ട് എന്ന് പറയുന്നൊരു ഘടകമുണ്ട് എന്നും ഇതെല്ലാം അവർ തന്നെയും പറയുന്നുണ്ട്. ഇപ്പോൾ സയൻസും ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ട് എന്ന് വേണം കരുതാനായിട്ട്, ആത്മാവിലും വിശ്വസിക്കുന്നുണ്ട് എന്ന് വേണം കരുതാനായിട്ട്. അപ്പോൾ പൂർണ്ണമായിട്ടും തന്നെ നമുക്കിതിനെ വേറൊരു രീതിയിൽ കാണേണ്ടതായിട്ടില്ല. ഇങ്ങനൊരു സംഭവം ഉണ്ട്, ആ ഒരു സംഭവം മരണത്തിന് തൊട്ട് മുമ്പ് ആ ഒരു വ്യക്തിക്ക് മാത്രമേ അതിനെ തൊട്ടറിയാനായിട്ട് പറ്റത്തുള്ളൂ. പിന്നെ ചിലരൊക്കെ ഈ കോമാവസ്ഥയിൽ പോകുമ്പോൾ ഈ ഒരു സാഹചര്യങ്ങളൊക്കെ അനുഭവിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ആ ഒരു അവസ്ഥയിൽ നിന്നും ആ ഒരു വേറെ ലോകത്ത് നിന്നും ഇങ്ങനെയൊക്കെ തിരിച്ചു വരുന്നതൊക്കെ ഒരു തുരങ്കത്തിലൂടെ പോകുന്ന ഒരു തോന്നലായി പലരും പറയുന്നുണ്ട്. ചിലർ ശക്തമായൊരു പ്രകാശം കണ്ടെത്തുന്ന ആ ഒരു രീതിയായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ പല രീതിയിലുള്ള കാര്യങ്ങളാണ് ഇവരെല്ലാം പറയുന്നത്. അപ്പോൾ ഡോക്ടർമാരുടെ അഭിപ്രായത്തിൽ ഇത് ഓക്സിജൻ കുറയുന്നതായിട്ടാണ് പറയുന്നത്. പക്ഷേ അവർ തന്നെ പറയുന്നുണ്ട് മിറാക്കിൾ എന്ന് പറയുന്നൊരു സംഭവം ഉണ്ട് എന്നുള്ളത്. എന്തായാലും നിങ്ങൾ എന്താണോ ഇനി ഇത് മനസ്സിലാക്കിയിരിക്കുന്നത് ഇല്ലെങ്കിൽ മറ്റുള്ളവരുടെ അനുഭവത്തിൽ നിന്ന് നിങ്ങൾക്ക് എന്താണോ മനസ്സിലായിരിക്കുന്നത് അത് ഇതിൽ കമൻ്റായിട്ട് തന്നെ നിങ്ങൾ പറയുക. നിങ്ങൾ പറയുന്ന കമൻറ്റുകളും വാക്കുകളും വായിച്ചു കഴിയുമ്പോൾ മറ്റുള്ളവർക്കും കൂടുതൽ അറിവുകളിലേക്ക് എത്താനായിട്ട് തന്നെ പറ്റും. അപ്പോൾ നമ്മൾ തുടർച്ചയായി ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ഈ ലോകത്തുള്ള പല നിഗൂഢമായ കാര്യങ്ങളും നമ്മൾ വെളിപ്പെടുത്തുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് നിങ്ങളാരും മറക്കണ്ട. സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക എല്ലാവരും തന്നെ. അപ്പം വീണ്ടും നമ്മൾ ഇതുപോലെയുള്ളൊരു ടോപ്പിക്കുമായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ഈ ടോപ്പിക്ക് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ദിസ് ഈസ് സാം സൈനിങ് ഔട്ട്. ബൈ ബൈ, ടാറ്റ. അപ്പം നമ്മൾ നേരത്തെ ഈ ചാനലിനകത്ത് വേറെ പല കണ്ടൻറ്റുകളായിരുന്നു നമ്മൾ ഇട്ടുകൊണ്ടിരുന്നത്, അതെല്ലാം നമ്മൾ സ്റ്റോപ്പ് ചെയ്തു. ഇപ്പോൾ നമ്മൾ ഇതേപോലെയുള്ള സത്യമേത മിഥ്യത എന്നറിയത്തില്ലാത്ത പല കണ്ടൻറ്റുകളുമായിട്ടാണ് നമ്മളിപ്പോൾ വരുന്നത്. അതുകൊണ്ട് മിസ് ചെയ്യേണ്ട. ബൈ, ടാറ്റ.